അപ്പോൾ ഭരണ സംവിധാനങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് മുറുക്കി. നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്തി. സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റിൽ രോഷാകുലരായിരുന്ന പ്രവർത്തകർക്ക് അറിയേണ്ടിയിരുന്നത് കണ്ടോൺമെന്റ് SHO BM ഷാഫി എവിടെയെന്നായിരുന്നു. BM ഷാഫിയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച വലിച്ചിഴച്ച് വാഹനത്തിലേക്ക് തള്ളിക്കയറ്റിയത്. ഷാഫി പറമ്പിൽ MLAയും മാർച്ചിനിടെ BM ഷാഫി എവിടെ എന്ന ചോദ്യം ഉയർത്തുകയും ഇന്ന് ഷാഫിക്ക് പിണറായി വിജയനെ തൃപ്തിപ്പെടുത്തണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തത്. ഇതോടെ എവിടെടാ ഷാഫി എന്ന ചോദ്യം പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയരുകയും യൂണിഫോമില്ലാതെ പുറത്തിറങ്ങുമ്പോൾ കാണാമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. ഷാഫി പറമ്പിലിന്റെ പ്രസംഗത്തിലേക്ക്. മൂല്യത്തിനും വേണ്ട, ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്. പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഒരു കാര്യം, ഞങ്ങൾക്ക് പല ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു. ആ പരിശോധിച്ച ആശുപത്രിയിലെ RMOയ്ക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസി കോളുകൾ ഈ ഭരണപക്ഷത്തിൻ്റെതായി പോയിട്ടുണ്ട്. അവിടെ രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി പൊളിറ്റിക്കൽ ഡയറക്ഷനായി പോയിട്ടുണ്ട് എന്ന് പോലുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, ചില ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഭരണ സംവിധാനങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് മുറുക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സമര പോരാളികളുടെ സമരവീര്യത്തെ തല്ലിക്കെടുത്താമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങും, നാളെ കേരളമൊന്നാകെ ആളിപ്പടരും സമര പരമ്പരകൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ മണ്ണിൽ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ ഗുണ്ടാ സദസ്സിനെതിരെ പൊരുതിയ മൃഗീയമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പോലും ഈ പതാക താഴെ വെക്കാത്ത സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ചോരയും നീരും, അവന്റെ അധ്വാനം, അവന്റെ ത്യാഗം, അവരുടെ പോരാട്ടം, അവളുടെ പോരാട്ടം, അതിന് വിലമതിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇതിന്റെ തലപ്പത്തുണ്ട്. പോലീസിന്റെ സമരവീര്യങ്ങളെ കെടുത്താനുള്ള ഓമനിക്കലുകളും താലോലിക്കലും കേട്ടു വളർന്നവരല്ല. ജലപീരങ്കിയും ലാത്തി ചാർജും ഗ്രനേഡും കണ്ണീർവാതകവും അതിനപ്പുറവും നേരിടാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പോലീസിന്റെ പണിയെടുത്താൽ ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾക്ക് അറസ്റ്റിന് മടിയില്ല, ഞങ്ങൾക്ക് നിയമപരമായ നടപടികൾ നേരിടാൻ മടിയില്ല, ഞങ്ങൾക്ക് റിമാൻഡിന് മടിയില്ല. പക്ഷെ അതല്ല, പോലീസ് CPMന്റെ ഗുണ്ടാ പണിയെടുത്താൽ അതിനു മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നവന്റെ പേര് RSHO എന്നല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.